Hi, good morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷ് ആണ് ട്ടോ. സൈഡ് ഡിഷ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൊറിയാണ്ടർ ടൊമാറ്റോ ചട്നി. കൊറിയാണ്ടർ ടൊമാറ്റോ ചട്നി ദാ എൻ്റെ കയ്യിൽ ഇഡ്ഡലിയുടെ കൂടെ ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ? നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. നമുക്ക് നമ്മുടെ ചട്നിയുടെ ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. ഞാനിപ്പോൾ ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്, 2 മീഡിയം വലിപ്പമുള്ള തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളിയുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് സവോള എടുക്കാം. വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മതി, അപ്പോൾ ഒരു സവോള. എൻ്റെ തക്കാളി ചെറുതായതുകൊണ്ട് ഞാൻ 2 എടുത്തു നീളൂ. പിന്നെ നമുക്ക് ധാരാളമായിട്ട് വേണ്ട ഒരു കാര്യമാണ് മല്ലിയില കുറച്ച് അധികം വേണം കേട്ടോ. മല്ലിയിലയാണ് ഈ ചട്നിയുടെ ഹൈലൈറ്റ്, അപ്പോൾ മല്ലിയില കൂടുതൽ വേണം. പിന്നെ വേണ്ടത് ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചിയാണ്. പിന്നെ വേണ്ടത് വറ്റൽമുളക്. ഞാനൊരു 3 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. വറ്റൽമുളക് തന്നെ ചേർക്കാം, ഇല്ലെങ്കിൽ കാശ്മീരി ചില്ലി ചേർക്കാം. മുളക് പൊടിയൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ സവോളയൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം, തക്കാളി നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. മല്ലിയില നമ്മൾ കട്ട് ചെയ്യൊന്നുമില്ല, വഴറ്റിയെടുക്കുകയാണ്. ഇഞ്ചി നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇപ്പൊ നമ്മൾ നമ്മുടെ സവോള നീളത്തിൽ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ തക്കാളി നീളത്തിൽ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേഗം വഴന്ന് കിട്ടാനായിട്ടാണ്. അതുപോലെ തന്നെ ഇഞ്ചിയും ദാ ഇതുപോലെ നമ്മൾ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ തിക്നെസ് കുറച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ, വേഗം തന്നെ വഴറ്റിയെടുക്കാൻ എളുപ്പത്തിനാണിത്. ഇപ്പോൾ നമ്മളൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട, ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ആയാലും മതി. ഇതിലേക്ക് നമുക്ക് ആദ്യം 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് ബോളായാലും ഉഴുന്ന് പരിപ്പായാലും കുഴപ്പമില്ല കേട്ടോ. ഉഴുന്ന് ചേർത്തിട്ട് ഒന്ന് കളർ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് കളർ മാറി ഡാർക്ക് ബ്രൗൺ ഒന്നും ആയി പോകണ്ട, ചെറുതായിട്ടൊന്ന് കളർ മാറി വരട്ടെ. ഉഴുന്ന് ചേർക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ, പക്ഷെ ഉഴുന്ന് ചേർക്കുകയാണെങ്കിൽ ആ ഒരു ഉഴുന്നിൻ്റെ ടേസ്റ്റും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ഉഴുന്ന് ചേർത്തിട്ട് ഇതുപോലെ ചട്നി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നീട് ഉണ്ടാക്കുന്ന ചട്നികളൊക്കെ ഉഴുന്ന് ചേർത്തിട്ട് ഉണ്ടാക്കൂ. ഇപ്പോൾ ഉഴുന്നൊന്ന് കുക്കായി തുടങ്ങുമ്പോൾ ഞാനൊരു 3 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും ചൂടായി വരുമ്പോൾ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. വറ്റൽമുളക് ഒരുപാട് അങ്ങോട്ട് കുക്കായി പോകണ്ട, എന്താണെന്ന് വെച്ചാൽ വറ്റൽമുളക് കരിഞ്ഞു പോകും. ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കണ്ട കേട്ടോ, ഇഞ്ചി മാത്രമേ നമ്മൾ ചേർക്കുള്ളൂ. ഇപ്പോൾ കണ്ടോ ഉഴുന്നൊക്കെ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. ഈ ഒരു ചട്നിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറേ സമയം വഴറ്റേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വേഗം ഇളക്കി വേഗം തന്നെ നമ്മുടെ ചട്നി റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ സവോള ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഈ ഒരു ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. എല്ലാം നമ്മൾ ഒരു പാനിൽ തന്നെയാണ് റെഡിയാക്കുന്നത്, 2-3 പാത്രങ്ങളൊന്നും കഴുകേണ്ട ആവശ്യമില്ല. ഇനി സവോള ഒന്ന് കുക്കായി തുടങ്ങട്ടെ, ബ്രൗൺ ഒന്നും ആയി പോകണ്ട കേട്ടോ, ഒന്ന് കുക്കായി വന്നാൽ മതി. അപ്പോൾ നമ്മുടെ സവോള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്, ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയും കൂടി ഒന്ന് കുക്കായി വരണം, അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളിയും കൂടി കുക്കായി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ തക്കാളിയും കുക്കായി വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം, ചൂട് മാറാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതേ പാൻ തന്നെ വെക്കാം കേട്ടോ, വേറെ പാൻ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി വയ്ക്കട്ടെ. ഇതേ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. വളരെ ചെറിയ അളവിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തിട്ട് മല്ലിയില ഒന്ന് തളർന്നു വരുന്നത് വരെ, ഒന്ന് വഴന്നു വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വാടിപ്പോവരുത്, ഒന്ന് കുക്കായി വരാനേ പാടുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട്? വളരെ ഈസി അല്ലേ? ഒരു വ്യത്യസ്തമായ ചട്നിയാണ്, വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ മല്ലിയില എടുത്താലും മല്ലിയില കുക്കായി വരുമ്പോൾ കുറച്ചുണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ മല്ലിയില എടുക്കാമെന്ന് പറഞ്ഞത്. മല്ലിയില ഇതാ ഒന്ന് കുക്കായി വന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞല്ലോ. മല്ലിയില കുക്കായി വരുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ.
അപ്പോൾ മല്ലിയിലയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി കിട്ടാനാണ് നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നത്. നിങ്ങൾക്ക് മല്ലിയിലയുടെ റോ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ വഴറ്റിയെടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. പക്ഷെ റോ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളൊന്ന് വഴറ്റിയെടുക്കാമെന്ന് പറഞ്ഞത്. ഇത്രയും മതി. ഇനി നമ്മൾ മല്ലിയില ഈ തക്കാളിയുടെയും സവാളയുടെയും കൂടെ ചേർക്കുന്നില്ലേ ഇപ്പോൾ. ഇത് ഈ പാനിൽ തന്നെ ഞാൻ വയ്ക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞു. മല്ലിയില അതേ പാനിലിരിക്കട്ടെ. സവാളയും തക്കാളിയും ചൂട് മാറി വന്നിട്ട് നമുക്ക് എങ്ങനെയാണ് അരയ്ക്കേണ്ടതെന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ വഴറ്റിയത് ചൂട് മാറിയിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് ചട്നി അരച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് അരയ്ക്കുമ്പോൾ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക. നമ്മൾ ചട്നിയുടെ പകുതി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മല്ലിയില ചേർക്കാം. ഇനി നമ്മളൊന്ന് പൾസ് ചെയ്തെടുക്കുക, നന്നായിട്ട് അരയരുത്. ഇതാ നമ്മുടെ ചട്നി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെയാണ് ഞാൻ അരച്ചെടുത്തുള്ളത്. മല്ലിയില കംപ്ലീറ്റ് ആയിട്ട് അരഞ്ഞിട്ടില്ല. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിതാ നമ്മുടെ ചട്നി സെർവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറന്നുപോയില്ലല്ലോ. ഇഡ്ഡലിയുടെ കൂടെയാണോ ദോശയുടെ കൂടെയാണോ കൂടുതൽ ഇഷ്ടമായതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്ത രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറന്നു പോരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.